പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് കൺമണി ഉറപ്പിച്ചിരിക്കുകയാണ്. കൺമണിക്ക് ജാതകദോഷം ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഈ വിവാഹത്തെ പറ്റി ആലോചിക്കണം എന്ന് വ്യക്തമാക്കുകയാണ് വരുണിന്റെ വീട്ടുകാർ. ഇതോടെ വരുണും വീട്ടുകാരും തമ്മിൽ പ്രശ്നമാകുന്നു. വരുണിന്റെ കൂടെ വന്ന അമ്മാവൻ ജാതകദോഷം നമ്മൾ ജ്യോത്സ്യനെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് തീരുമാനത്തിൽ എത്തിയതിനു ശേഷം വിവാഹത്തിന്റെ കാര്യം ആലോചിച്ചാൽ മതിയെന്നും, ഇല്ലെങ്കിൽ നിനക്ക് മാത്രമല്ല കുടുംബത്തിനു കൂടി ആപത്താണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ഇതോടെ വരുൺ ആകെ തകർന്നു പോയിരിക്കുകയാണ്. കൺമണിക്കും വിഷമമാകുന്നു. ധനലക്ഷ്മി ഇതോടെ അമ്മായിമാരുടെ തന്ത്രം ഏറ്റു എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. പക്ഷേ ഇതേ തുടർന്ന് അമ്മായിമാരെ ചെന്ന് കാണുന്ന മനോജ്, എന്ത് ചതിയാണ് നിങ്ങൾ കാണിച്ചത്, ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഞങ്ങളൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് പറഞ്ഞത്. അവസാനം ഇവൾ ആ വീട്ടിലേക്ക് കയറി ചെന്നതിന് ശേഷം എന്തെങ്കിലും ആ വീട്ടിൽ സംഭവിച്ച് അതിനുശേഷം ജാതകം പരിശോധിക്കുമ്പോൾ ഇവൾ കാരണമാണ് അതൊക്കെ സംഭവിച്ചത് എന്നുള്ള കാര്യം അവർ അറിയാൻ ഇടയാവുകയാണ് എങ്കിൽ കുറ്റം മുഴുവൻ നമ്മൾ കൂടി ഏൽക്കേണ്ടി വരില്ലേ? അങ്ങനെയൊരു കാര്യം വരാതിരിക്കാനാണ് എന്തിനാണ് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു വിവാഹം നമ്മൾ നടത്തുന്നത്? സത്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വിവാഹമല്ലേ നല്ലത്? അതാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞത്. ഇതിൽ തെറ്റുണ്ട് എങ്കിൽ പറയണം, നീ പറയൂ എന്ന് അമ്മായിമാർ പറഞ്ഞതിനെ തുടർന്ന് ഉത്തരമില്ലാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ് മനോജ്. ഇതേ തുടർന്ന് മനോജ് കൺമണിയെ കാണുന്നതിനായി ചെല്ലുകയും കൺമണിയോട് കൺമണി വിഷമിക്കണ്ട എന്ന് പറയുകയും ചെയ്യുന്നു. ഈ വിവാഹം ശരിയായില്ല എങ്കിൽ മറ്റൊരു വിവാഹം ചേട്ടൻ നടത്തും, നീ ഇതോർത്ത് വിഷമിക്കരുത്. ഇല്ല ചേട്ടാ, എനിക്ക് വിഷമമൊന്നുമില്ല. ഇത് കേട്ടതിനെ തുടർന്ന് വരുണിനെ നിനക്ക് ഇഷ്ടമായല്ലേ? ഈ കാര്യം അറിയുന്ന കൺമണി, ഏയ് അത്ര ഇഷ്ടമൊന്നും ആയില്ല ചേട്ടാ, ആദ്യമായി കണ്ടതല്ലേ ഉള്ളൂ അയാളെ, അതുകൊണ്ട് തന്നെ അത്ര ഇഷ്ടമൊന്നും എനിക്കായില്ല. അതുകൊണ്ട് ഈ വിവാഹം മുടങ്ങിയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ചേട്ടനും വിഷമിക്കാതിരുന്നാൽ മതി. ചേട്ടനും അച്ഛനും വിഷമിക്കരുത് എന്നൊരു കാര്യം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അതിനായിട്ടാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. ഇത് കേൾക്കുന്ന മനോജ് വളരെയധികം സന്തോഷിക്കുകയും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് പോവുകയും ചെയ്യുന്നു. ഇതോടെ ധനലക്ഷ്മി വീണ്ടും ആശ്വസിച്ചിരിക്കുകയാണ്. സ്വത്തുക്കളൊന്നും പോയില്ല എന്നും ഭാഗ്യം കൊണ്ട് ഈ വിവാഹം മുടങ്ങിയെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ധനലക്ഷ്മി ഇതേ തുടർന്ന് കൺമണിയെ കാണുന്നതിനായി വന്നിരിക്കുകയാണ്. കൺമണിയോട്, ഈ വിവാഹം മുടങ്ങിയത് നിന്റെ കാലക്കേട് കൊണ്ട് തന്നെയാണ്, നിന്റെ ജാതകദോഷം തന്നെ. നീ ജനിച്ചത് മുതൽ ഇങ്ങനെയാണ്. നിന്റെ കൂടെയുള്ളവർക്ക് മുഴുവൻ കഷ്ടകാലം. എന്തായാലും ഈ വിവാഹം മുടങ്ങിയത് അങ്ങനെ പോകട്ടെ എന്ന് വിചാരിക്കുക എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. മാത്രവുമല്ല, പൈസയും ഇപ്പോൾ രക്ഷപ്പെട്ടല്ലോ എന്ന് മനസ്സിൽ പറയുകയാണ് ധനലക്ഷ്മി. എന്നാൽ ഇതേ സമയമാകട്ടെ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകാനാണ് വരുൺ തയ്യാറാകുന്നത്. വീട്ടുകാരോട് കൺമണിയുടെ കാര്യത്തിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കുന്ന വരുൺ, എനിക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടമായി, അവളെ തന്നെ വിവാഹം കഴിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ മോഡേൺ കാലത്തെ ചെക്കനാണ്. അതുകൊണ്ട് തന്നെ പഴയ രീതികളൊന്നും എന്നെ പറഞ്ഞു പഠിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആ കുട്ടിയെ ആദ്യ നോട്ടത്തിൽ കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് കീഴടക്കിയിരുന്നു അവൾ. അതുകൊണ്ട് തന്നെ അവളുടെ പേരിൽ എന്തൊക്കെ സംഭവിച്ചാലും അത് കൂടെ നിന്ന് അനുഭവിക്കാൻ ഞാനും തയ്യാറാണ്. നിങ്ങൾ വെറുതെ പണ്ടത്തെ വിശ്വാസങ്ങൾ മുറുകെ പിടിച്ച് ജാതകം, ദോഷം എന്നീ കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അമ്മാവൻ ഇപ്പോഴത്തെ ജനറേഷൻ എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന്
നിനക്ക് മാത്രമല്ല മോനെ, ഈ കുടുംബം മുഴുവൻ നശിക്കുന്ന കാര്യമാണ്. എന്തായാലും ഞങ്ങൾ ജ്യോത്സ്യനെ കണ്ട് കാര്യങ്ങൾ നോക്കിയതിനു ശേഷം നിന്നോട് കാര്യങ്ങൾ പറയാം. ഇത് കേൾക്കുന്ന വരുൺ അതൊന്നും തനിക്കൊരു പ്രശ്നമല്ല എന്നുള്ള കാര്യം അറിയിക്കുകയും നിങ്ങൾ ജാതകം നോക്കുകയോ നോക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ എനിക്ക് ആ പെൺകുട്ടി മതി. ഇതാണ് എൻ്റെ അവസാന തീരുമാനം എന്ന് വീട്ടിൽ വെച്ച് പറഞ്ഞ് പോയിരിക്കുകയാണ്. ഇതോടെ അമ്മാവനും അച്ഛനും എന്തായാലും അവൻ്റെ വാശി നടക്കട്ടെ എന്ന് വിചാരിക്കുകയും പക്ഷേ ജ്യോത്സ്യനെ കാണുന്നതിനായി ചെല്ലുകയും ചെയ്യുന്നു. പരിഹാര കർമ്മങ്ങൾ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ ചെയ്യാമല്ലോ എന്ന് അവർ തീരുമാനം എടുക്കുകയാണ്. എന്നാൽ ഇതേ സമയം പിറ്റേന്ന് ജോലിക്ക് പോകുന്നതിന് വേണ്ടി തയ്യാറാകുന്ന കൺമണി വീണ്ടും അമ്പലത്തിലേക്ക് പോയതിനെ തുടർന്ന് അവിടെ വെച്ച് വീണ്ടും കണ്ടുമുട്ടുകയാണ് വരുണിനെ കണ്ടതിനെ തുടർന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് പോകാം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. പക്ഷേ വരുൺ എന്നെ കണ്ട് മനഃപൂർവ്വം ഒഴിഞ്ഞു പോവുകയാണോ? എന്നെ അത്രത്തോളം വെറുത്തോ കൺമണി എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് വെറുതെ എന്തിനാണ് ആവശ്യമില്ലാതെ മനസ്സ് വിഷമിപ്പിക്കുന്നത് എന്ന് കരുതിയാണ് ഞാൻ ഒഴിഞ്ഞു മാറിക്കൊണ്ടു പോകാൻ തീരുമാനമെടുത്തത്. അല്ലാതെ ഇഷ്ടമില്ലായ്മ ഒന്നും കൊണ്ടല്ല കേട്ടോ എന്ന് പറഞ്ഞതിനെ തുടർന്ന് വിവാഹം മുടങ്ങി എന്ന കാരണം കൊണ്ടാണോ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വരുൺ ചോദിക്കുന്നു. ഇല്ല, അതുകൊണ്ടൊന്നുമല്ല. എനിക്ക് ഉടൻ തന്നെ ജോലിക്ക് കയറണം. ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ്. ഇതോടെ എടോ, എനിക്കൊരു കാര്യം വ്യക്തമാക്കാനുണ്ട്. ഞാൻ ഈ വിശ്വാസങ്ങളിലൊന്നും നിൽക്കുന്ന ഒരു മനുഷ്യനല്ല, ന്യൂജനാണ്. മാത്രവുമല്ല എനിക്ക് ഈ ജാതകദോഷത്തിൽ വലിയ വിശ്വാസവുമില്ല. ഇനി ഒരു പക്ഷെ എൻ്റെ വീട്ടുകാർക്ക് വിശ്വാസമുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ പരിഹാര കർമ്മങ്ങൾ ചെയ്ത് എന്നേക്കുമായി നിന്നെ സ്വന്തമാക്കാനാണ് ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ ജാതകദോഷം കൊണ്ടൊന്നും ഞാൻ നിന്നെ വിട്ടുകളയാൻ തയ്യാറാകുകയുമില്ല എന്ന് വ്യക്തമാക്കിയത് കൺമണിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു. ഇതോടെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ ഞാൻ തയ്യാറാണ് എന്നും കൺമണി പിന്മാറരുത് എന്നുമുള്ള ആവശ്യം വരുൺ ഉന്നയിച്ചതിനെ തുടർന്ന് വളരെയധികം സന്തോഷത്തോടെ അവിടെ നിന്ന് ജോലിക്ക് പോയിരിക്കുകയാണ് കൺമണി. തിരികെ ഇതേ തുടർന്ന് എത്തുന്ന ക്രിഷ് കൺമണി വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് വരുന്നത് കാണാൻ ഇടയായതിനെ തുടർന്ന് എന്താണ് ഈ സന്തോഷത്തിൻ്റെ കാരണമെന്ന് ക്രിഷ് ചോദിക്കുന്നു. ഇതോടെ തൻ്റെ വിവാഹം നടക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം കൺമണി അറിയിച്ചത് ക്രിഷിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു. ഇതോടെ തൻ്റെ പദ്ധതികൾ പൊളിയുകയാണ് എന്ന് ക്രിഷ് തിരിച്ചറിയുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.